അല്ല സേനല്ലപ്പോ പോകുന്നേ? അവളെ കാണാൻ ഇറങ്ങായിരുന്നു. സേന, സേന. ആ സീതേച്ചിയോ? ഞാൻ അങ്ങോട്ട് ഇറങ്ങായിരുന്നടി. അല്ല നീ എവിടെ പോയതായിരുന്നു? ഞാൻ കടയിൽ പോയി വരുന്ന വഴിയാ. ഉസ്മാനെ കാത്തു നിന്നാ അവള് സ്കൂളിട്ട് വരണ്ടേ. പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി. സ്കൂളിൽ വിട്ട് വരുമ്പോ കഴിക്കാനുള്ളതൊക്കെ. അവനെ കാത്തു നിന്നിട്ട് കാര്യമില്ലല്ലോ. ആ കൃഷ്ണേട്ടനെ ഇവിടെ അല്ല ഉണ്ടെങ്കി കൃഷ്ണേട്ടനോട് പറഞ്ഞാ മതിയായിരുന്നേ. നീ ഇത്രയും നടന്നില്ലേ? അതൊന്നും കുഴപ്പമില്ല സീതേച്ചി, ഇവിടെ തന്നെ അല്ലേ. പിന്നെ ഉസ്മാൻ ഇല്ലാത്തപ്പോ ഞാൻ തന്നെ അല്ലേ പോവാറ്. 5 മിനിറ്റ് നടന്നാ മതിയല്ലോ. പിന്നെ ഞാൻ അങ്ങോട്ട് വരാൻ നിന്നേ. നീ പാത്തുവിനെ ഉസ്മാനൊക്കെ ട്യൂഷന് ചേർത്തില്ലേ? ആ ഇപ്പൊ ഒരാഴ്ച ആയി പോകുന്നു. എങ്ങനെ ഉണ്ടടി ക്ലാസ് ഒക്കെ? എന്റെ സീതേച്ചി, ഉസ്മാനൊന്നും 2 അക്ഷരം നോക്കാറ് പോലും ഇല്ലായിരുന്നു. ഇപ്പൊ പിന്നെ കുറച്ചൊക്കെ ബോധം വന്നിട്ടുണ്ട്. കുറച്ച് സ്ട്രിക്റ്റ് ആണ് ടീച്ചർ. ആ എനിക്ക് പാറോനും തുമ്പിനൊക്കെ ഒന്ന് ചേർത്താനായിരുന്നേ. ആണോ? നല്ല ക്ലാസ്സാ സീതേച്ചി. പിന്നെ എക്സാമും കൂടെ അല്ലേ ഇപ്പൊ. ആ അത് തന്നെ നിന്നെ കാണാൻ നിന്നെ. അവരെ അവിടെ ചേർത്തിയാലെന്ന് വിചാരിക്ക. പാറൂസ് ആണെങ്കിൽ തീരെ ശ്രദ്ധിക്കത്തില്ല. പഠിക്കാനൊക്കെ അവള് പഠിക്കും. അവള് വയ്യാതെ നടക്കണം. അത് തന്നെ വീട്ടിലും. പാത്തു പിന്നെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കോളും. ഉസ്മാൻ അങ്ങനല്ല, വയ്യാതെ കൂടണം. അല്ല അപ്പോ എങ്ങനെ ക്ലാസ് ഒക്കെ? 5 മണി മുതൽ 6 മണി വരെ 1 മണിക്കൂറാണ് ക്ലാസ്. അല്ല അപ്പോ വലിയവർക്കോ? എല്ലാവർക്കും ഒരേ ടൈം തന്നെ. എല്ലാവരും ഒരുമിച്ചായിരിക്കുന്നൊക്കെ. 6 കുട്ടികളെ ഉള്ളൂ. ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കും. ആ എന്നാ ഇന്ന് വൈകുന്നേരം തുമ്പിയെയും പാറൂസിനെയും അവിടെ ചേർക്കണം. എക്സാം ഒക്കെ അല്ലേ, ഒന്നുകൂടെ മാർക്ക് കിട്ടാൻ യൂസ്ഫുൾ ആയിരിക്കും. ആ എന്നാ സീന നീ പൊക്കോ. നിന്റെ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല. എല്ലാം ചെയ്തേച്ചി, എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവര് വരുമ്പോഴേക്കും ചായയും കടിയും തയ്യാറാക്കണം, അത്ര തന്നെ. അല്ല എന്താ ഇവിടെ ഒരു രഹസ്യം പറച്ചിൽ? എന്റെ രമേ, രഹസ്യം പറയുന്നതല്ല. ഹാറോസിന് തുമ്പിന് ട്യൂഷൻ ചേർക്കണമെന്ന് കരുതി. അപ്പോ സൈനനോട് ചോദിക്കായിരുന്നു കാര്യങ്ങളൊക്കെ. പാത്തു ഉസ്മാനും പോകുന്നുണ്ടല്ലോ. ഈ പാത്തു ഉസ്മാനും പോകുന്നുണ്ടോ? ആ എന്റെ രമേ, അവരിപ്പോ ഒരാഴ്ചയായി കാണും. ആ എന്നാ ദേവുനി ഉണ്ണിക്കുട്ടനൊക്കെ ചേർക്കണല്ലോ. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? പറഞ്ഞോടത്തോളം നല്ലതാടി. അല്ല ആ ടീച്ചറെ പേരെന്താ? മിനി. ആ പുതിയ വന്ന താമസക്കാരാണല്ലേ? ആ അത് തന്നെ. വലിയവള് മിനി, ചെറുതൊന്നുണ്ട് ഗൗരി. അവളെ നമ്മളെ മക്കള് പോകുന്ന സ്കൂളിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല മൂത്തവൾ എന്താ ചെയ്യുന്നേ? അവൾ PG പഠിക്കുവാ. പിന്നെ കോളേജ് കഴിഞ്ഞ് വന്നാൽ ട്യൂഷൻ എടുക്കും. ആ അത് പിന്നെ പറയാൻ മറന്ന്, ഇന്ന് അവക്ക് ലീവാണ്. ഒന്ന് പോയി നോക്കി. ആ എന്നാ നമുക്കൊന്ന് പോയി നോക്ക് സീതേച്ചി. നമുക്ക് ക്യാഷിന്റെ കാര്യമൊക്കെ ചോദിക്കാലോ. ആ ഏതായാലും ഞാൻ വാതിലൊക്കെ അടച്ചിട്ടുണ്ട്. സൈനന്റെ അടുത്ത് പോയി ഇറങ്ങായിരുന്നു ഇതിനെ കുറിച്ച് ചോദിക്കാന്. ആ നമുക്കൊന്ന് പോയി നോക്കാം. ഇന്ന് തന്നെ ചേർത്താം. നാളെ എക്സാം തുടങ്ങല്ലേ. ഞാൻ പോരണോ? നിനക്ക് ബുദ്ധിമുട്ടാവും സൈന? എന്ത് ബുദ്ധിമുട്ട്? ഇതൊന്ന് വീട്ടിൽ വെച്ചാ മതി. പുതിയ താമസക്കാരല്ലേ, പിന്നെ നിങ്ങൾക്ക് അത്ര പരിചയമില്ലല്ലോ. ഞാൻ പോയാ. ഞാൻ ഈ സാധനങ്ങളൊന്ന് വീട്ടിൽ വെക്കട്ടെ. ആ എന്നാ ഞങ്ങൾ ഇവിടെ നിക്കാം. ആ ഏതായാലും ഞാനിപ്പോ വന്നത് നന്നായി. എടി ഞാന് സൈനനോട് ചോദിച്ച് നിന്നോട് ചോദിക്കാൻ നിൽക്കായിരുന്നു, മക്കളെ എവിടെ ആക്കിയാലോന്ന്. സ്കൂൾ വിട്ട് വന്ന ടിവിന്റെ മുന്നിലാ രണ്ടും, അല്ലെങ്കിൽ കളിക്കാന്. ഈടായിട്ട് രണ്ടിനും നല്ല കളിയാ. എക്സാമും സ്റ്റാർട്ട് ചെയ്യല്ലേ. ഓ എന്റെ സീതേച്ചി, ആരോടാ ഈ പറയുന്നേ? അവിടെ അതേ തന്നെ അവസ്ഥ. ഉണ്ണിക്കുട്ടൻ വന്ന ഉടനെ ബാറ്റ് കൊടുത്ത് ഇറങ്ങും ക്രിക്കറ്റ് കളിക്കാന്. ദേവ് പിന്നെ ടിവിന്റെ മുന്നിലും. ആ സേന വരുന്നുണ്ട്, നമുക്ക് പോവാം. സേന എന്ന മക്കളെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് വേഗം പോയി വരാം. അത് തന്നെ, വന്നിട്ട് വേണം ചായയൊക്കെ ഉണ്ടാക്കാൻ. അല്ല സേന, നല്ല ഫീ ഉണ്ടോ? കൃഷ്ണേട്ടനിപ്പോ ജോലിയും കുറവാ. അത്രക്കൊന്നല്ല സീതേച്ചി. മാസം ഒരു 300 രൂപയൊക്കെ ഉണ്ടാവും. ഓ ഞാൻ പേടിച്ചു. വലിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പോ താങ്ങൂല. സ്കൂൾ വണ്ടിന്റെ ഫീസും സ്കൂളിലെ ഫീസും ഒക്കെ പാടാവുമ്പേ. അത് ഞാൻ ചോദിക്കാനിരിക്കായിരുന്നേ. ആ വലിയ എമൗണ്ട് ആണെങ്കിൽ ഞാനും അവിടെ ചേർത്തില്ലായിരുന്നു. മൂപ്പർ അയക്കുന്ന പൈസയൊക്കെ മക്കളെ ഫീസ് കൊടുക്കാനേ ഉള്ളൂ. അത് നീ പറഞ്ഞാ ശരിയാ, ചിലവ് കൂടി വരിക. സാധനത്തിനൊക്കെ എന്നാ വിലയാ. എന്നാ നമുക്ക് പോയാലോ? ആ സീനത്തെയോ? കേറിയിരിക്കി. മോക്ക് ഇവരൊക്കെ മനസ്സിലായിട്ടുണ്ടാവൂലേ? ഇല്ല. ആരൊക്കെയെന്ന് പരിചയപ്പെടുത്തി തന്ന. ഇത് രമ, അത് സീത. എന്റെ അയൽവാസികളാ. അല്ല, ഞങ്ങൾ ഒരു കുടുംബം പോലെയാ. മോള് ട്യൂഷൻ എടുക്കുന്നുണ്ടെന്ന് കേട്ടപ്പോ അവര് വന്നത് അതിനെ കുറിച്ച് അറിയാനേ. അല്ല മോളെ എങ്ങോട്ടെങ്കിലും പോവാൻ ഇറങ്ങുവാണോ? അല്ല ചേച്ചി, പോയി വന്ന് കേറിയിട്ടേ ഉള്ളൂ. എനിക്കൊരു കുഞ്ഞിപ്പെങ്ങളൂടെ ഉണ്ട്. അവക്ക് സാധനങ്ങൾ എടുക്കാൻ പോയതാ അമ്മ. ഇവിടുത്തെ സ്കൂളിൽ അഡ്മിഷൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോ നോട്ട്ബുക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയതാ.
പപ്പയാണെങ്കി ഇവിടെ ഇല്ല, പുറത്താ. ആ, എല്ലാം സേനത്തെ പറഞ്ഞു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാട്ടോ, നിങ്ങൾ ഇവിടെ ഇരിക്കി. ഈ അതൊന്നും വേണ്ട മോളെ, ഒന്നും എടുക്കണ്ട. ഞങ്ങൾ ഇതിനെ കുറിച്ച് അറിയാൻ വന്നതാ. പിന്നെ അവര് ഇന്ന് തൊട്ട് വന്നോട്ടെ, നാളെ എക്സാം സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പോ അതിനൊരു യൂസ്ഫുൾ ആയിക്കും. ആ, അതിനെന്താ, വന്നോട്ടെ. എത്ര പേരുണ്ട് ചേച്ചി? 2 പേര്, പാറു, തുമ്പി. എന്റെ വീട്ടിൽ നിന്ന് 2 പേരാ, ഉണ്ണിക്കുട്ടൻ, ദേവു. ആ, അപ്പം മൊത്തം 4 പേരില്ലേ? ആ, പിന്നെ ഫീസിന്റെ കാര്യമൊക്കെ എങ്ങനെ? അത് മന്ത്ലി ലാസ്റ്റ് മതി, 300 റുപ്പീസ്. ആ, ഞങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ അറിയാൻ വന്നതായിരുന്നു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, മക്കളെ ഇന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞേക്കാം. ഈ പോലെ ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം, ഒരു 2 മിനിറ്റ് നിന്നാ മതി. ഈ അതൊന്നും വേണ്ട, അതെ ഇനി പിന്നെ ഒരിക്കലാവാം. ആ, മക്കളെ സ്കൂൾ വിട്ട് വരാനായില്ലേ, അമ്മനെ കാണാൻ കഴിഞ്ഞില്ല, ഇനി പിന്നെ ഒരിക്കലാവാം. എന്നാ ഞങ്ങൾ ഇറങ്ങുവാ. എന്നാ ശരി. അമ്മേ, ഞാൻ കളിക്കാൻ പോവണേ. പാറു, ഒന്ന് നിന്നേ. എന്താ അമ്മേ? അല്ല, നീ ഇതെങ്ങോട്ടാ? കളിക്കാനേ. ഇന്ന് എങ്ങോട്ടാ പോവലേ? എക്സാം ആണല്ലോ, ഒരു വിചാരമില്ല മക്കൾക്ക്. തുമ്പി, തുമ്പി. എന്താ അമ്മേ? അമ്മ മക്കളെ 2 ആൾ ട്യൂഷന് ചേർത്തിട്ടുണ്ട് ട്ടോ. ട്യൂഷനോ? അതെ, ഉസ്മാനൊക്കെ പോകുന്നില്ലേ അവിടെ? ഞാനൊന്നും പോവില്ല. ഞാനും പോവില്ല. 2 പോവും, അല്ലെങ്കിൽ 2 എന്നോട് കിട്ടും. എന്താ അമ്മേ, ഞങ്ങൾ വീട്ടിൽ നിന്ന് പഠിച്ചോളാം. ആ, നിങ്ങൾ നന്നായി പഠിക്കും. പാറുവാണെങ്കിൽ കളിക്കാൻ പോവും, നീ ആണെങ്കിൽ ടി വി കണ്ടു നിൽക്കും. ഓണപരീക്ഷ തുടങ്ങി. ഞാൻ പോവില്ല. പാറു, നീ ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ലട്ടോ. പാറു, എങ്ങോട്ടാ കുട്ടി ഓടിയേ? തുമ്പി, നീ വേഗം റെഡി ആവാൻ നോക്ക്, ഞാൻ അവളെ ഒന്ന് നോക്കട്ടെ. ഓ, ചെരുപ്പൊന്നും വേണ്ട, അമ്മ വരുമ്പോഴേക്ക് രക്ഷപ്പെടണം. എവിടെ ഇപ്പോ വിളിക്കുക? ഇതിന്റെ മണ്ടയിൽ കയറിയാലോ? അയ്യോ, ഇല്ല, നീ എത്തുന്നില്ല. ഇനി അമ്മ എന്നെ എങ്ങനെ കണ്ടെത്തും? എന്നാലും അവളിത് എവിടെ പോയി? അയ്യോ ചേച്ചി, മിണ്ടാതെ ഇവിടെ ഇരിക്കാം. അവള് രക്ഷപ്പെട്ടിട്ടുണ്ടാവും, ഞാനും പോവില്ല. തുമ്പി, അവളെ കണ്ടോ നീ? ഇല്ല. എന്നാലും ഈ പെണ്ണിത് എവിടെ പോയി? ഈ ചെടിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടാവും. അമ്മ വീടിന്റെ പുറകിലൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. മനുഷ്യന് തുമ്മാ വരുന്നുണ്ടല്ലോ, തുമ്മാ വരും കണ്ടേ സമയം. പാറു, നീ തുമ്മരുതേ. തുമ്മിയ ആകെ കൊള്ളാം, ചേച്ചി തായുണ്ട്. എന്നാലും അവൾ എത്ര പെട്ടെന്ന് എവിടെ പോയി കാണും? ഇനിയിപ്പോ ചിന്നോന്റെ വീട്ടിൽ പോയിട്ടുണ്ടാവോ? അങ്ങനെ വരാൻ വഴിയില്ല, എവിടെയോ ഒളിച്ചിരിപ്പുണ്ടാവും. അങ്ങനെ പോ, ഞാൻ മാത്രം പോകത്തില്ല ട്യൂഷന്, അവളെ കണ്ടുപിടിച്ചേ മതിയാവൂ. ഈ ചേച്ചിക്ക് പോയാൽ മതി ട്യൂഷന്, എന്നെ കൂടെ എന്തിനാ കൊണ്ടുപോകുന്നേ? എന്നെ